കേരളം ആയോധനകലയിൽ ഇനിയും ഏറ്റവും കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ പോകുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ രക്ഷകർത്താക്കൾക്ക് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു ആയോധനകല പഠിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ വിടുമ്പോൾ ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫീസ് അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ ഫീസ് ഇല്ലാത്തടത്തായിരിക്കും വിടുന്നത്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇവരെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുക സാധാരണ ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ച് സാധ്യമല്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പെട്ടെന്നൊരു പഠനമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളുടെ വിടുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം ഭാവി തന്നെ ചിലപ്പം വെള്ളത്തിലായിരിക്കും. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. വെള്ളത്തോലിട്ട ചെന്നായി കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതെന്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കളരി എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവണം. ബേസിക് ആയിട്ടുള്ള കാൽപ്പയറ്റുകൾ, കൈപ്പയറ്റുകൾ, മെയ്പ്പയറ്റുകൾ തുടങ്ങി അതിനൊരു അടിസ്ഥാന പാഠമുണ്ടാവും. ആ പാഠത്തിൽ നിന്നായിരിക്കും ട്രിക്കുകളിലേക്ക് പോവുക, അല്ലാതെ ട്രിക്കുകൾ നേരിട്ട് പഠിപ്പിക്കുക ആയിരിക്കില്ല. അതുപോലെ കളരിയിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കരാത്തയിലാണ് നമ്മൾ കത്ത എന്നുള്ള വേർഡുകൾ ഉപയോഗിക്കുന്നത്, ബെൽറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കളരിയിൽ അതില്ല. ജപ്പനീസാണ് കത്ത ഓർ കരാത്തെ എന്ന് പറയുന്നത്. കളരി നമുക്കറിയാം നമ്മുടെ ഇവിടുത്തേതാണ്. അപ്പോൾ ആ കത്ത എന്നുള്ള വാക്കുകൾ അവിടെ ഉണ്ടാവില്ല. യോഗ നമ്മുടെ ഇവിടുത്തേതാണ്. അത് ജപ്പനീസ് വാക്കായ കരാത്തെ ആയിട്ട് അല്ലെങ്കിൽ കത്തായുമായിട്ട് യോജിപ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അടിസ്ഥാന പാഠങ്ങൾ ഞാൻ ഇന്ന് വീഡിയോയിൽ നേരെ പറഞ്ഞു തരാം. ആ അടിസ്ഥാന പാഠങ്ങൾ ഇവരെടുക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ വിനിയോഗിച്ച് നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ അവർ മിടുക്കരാവണ്ടേ, പോരല്ലോ മിടുമിടുക്കരാവണ്ടേ. കയറി വലിഞ്ഞു പറഞ്ഞ കയറി വലിഞ്ഞു പറഞ്ഞ കയറി വലിഞ്ഞു പറഞ്ഞ തിരിഞ്ഞു 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 വലിഞ്ഞു പറഞ്ഞ 10 10 10 10 10. നമ്മളെ കാലുകൾ ചേർത്ത് നിൽക്കുന്നില്ലേ, ചേർത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാലാദ്യം ഒരു വി ഷേപ്പിൽ വയ്ക്കുക, പിന്നീട് കാലിങ്ങനെ വയ്ക്കുക. ഇതാണ് സമസ്ഥിതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഈ അകലമായിരിക്കും കാലിൻ്റെ വരിക. അപ്പോൾ ഇവിടുന്ന് ഈ കാൽ അവിടെ തന്നെ നിൽക്കും, ഈ കാൽ ഇതിൻ്റെ കറക്റ്റ് അതേ ലൈനിൽ പുറകോട്ട് ഇറങ്ങുന്നതാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലിയർ? ഇതാണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറകോട്ടോ സൈഡിലൊക്കെ തിരിയുന്ന സമയത്ത്, ഇപ്പം ഞാൻ അങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ഈ കാല് ഇങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെച്ചിരിക്കുന്ന കാല് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ടോ. ക്ലിയർ? അടുത്ത ഈ കാല് നമ്മൾ മാറ്റുമ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയണം. ക്ലിയർ? ഇങ്ങനെ തിരിഞ്ഞാൽ മാത്രമേ ബാലൻസ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബാലൻസ് എന്ന് പറയുന്ന ബോഡി കൃത്യം ഈ ഷോൾഡർ ലെവലിൽ നിൽക്കുന്നതാണ്. ഇങ്ങനെയുള്ള ബേസ്മെൻറ്റുകൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കണം. ഇതിൻ്റെ പ്രയോഗ വശങ്ങൾ ഞാൻ കൃത്യമായിട്ട് വിവരിച്ചു തരാം. ഓക്കെ, നമ്മളൊരു പഞ്ച് വരുന്ന സമയത്തെ നമ്മൾ മാറുന്ന മെത്തേഡ് നോക്കാം. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. പഞ്ച് വരുമ്പോൾ നമ്മൾ നേരെ തിരിഞ്ഞു കണ്ടു. തിരിഞ്ഞ സമയത്ത് കൈകൾ ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാലകത്തിയാണ് വെക്കുന്നത്. എൻ്റെ ഗുണം നോക്കിക്കോണം, ഈ കാല് ഇങ്ങനെ കയറിയിട്ട് നമ്മൾ അടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ബാലൻസ് ഓൾറെഡി പോയി, ഈ കൈ വരാനുള്ള ചാൻസേ ഇല്ല. നമ്മൾ ഇടിച്ചിട്ട് നമ്മൾ നിരക്കും. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. നമ്മളെ ഇത് വേഗത്തിൽ ചെയ്ത് പഠിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്ലോയിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നു, ആൾ മെല്ലെ കയറുന്നു, നമ്മൾ മാറുന്നുണ്ടോ. അപ്പോൾ ഇവിടുന്ന് കയറി നമ്മൾ ഇവിടുന്ന് പഞ്ച് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് അല്പം കൂടെ വേഗത്തിൽ നമ്മൾ മാറുന്നു, കയറുന്നു. ഇപ്പോൾ ഈ കാല് കുറച്ചുകൂടി ഇപ്പം നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വന്നാൽ ആളുടെ ബാലൻസ് പോയി. ക്ലിയർ? ഇനിയുള്ളത് ഫാസ്റ്റ് ഒരു പഞ്ചാണ്. നമ്മൾ കയറുകയും ആൾ പോവുകയും അറ്റ് എ ടൈം ആയിരിക്കും. ക്ലിയർ? ഇപ്പം നമ്മളെ 2 പേര് പഞ്ച് ചെയ്യുമ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ ഗുണം മനസ്സിലാക്കിക്കോണേ. ഞാനിപ്പോൾ നേരെ നിൽക്കുന്നു, പഞ്ച് ചെയ്ത് ഉണ്ട്, പഞ്ച് അവിടെ പോയി, നമുക്ക് ക്ലിയർ? അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് കിട്ടും. ഇനി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാൽ അറേഞ്ച് ചെയ്യേണ്ടി വരും. നോക്കുക, ഈ കാൽ അറേഞ്ച് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ നിന്നാലേ കറക്റ്റ് ആ സ്റ്റാൻസേ നിൽക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് കയറിയിട്ട് കിക്കോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് ഇങ്ങോട്ട് വന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെ നിന്നാലും നമ്മൾ ഈ ഒരു സ്റ്റാൻസ് നമ്മൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് കഴിയണം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത്.
ഓക്കെ. ഇതുണ്ട്, ഇതിപ്പോൾ നമ്മൾ പറയാതെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണിത്. വല്ലാത്തൊരു ആക്ഷൻ അല്ലേ? കാരണം പ്രതീക്ഷിക്കാത്തത് ചെയ്യണം. ഇനി നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ ശരിക്കുമേ പഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെ എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരാളിവിടെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ ഇവിടെ കൊള്ളിച്ച് ചെയ്യാനല്ല ചെയ്യേണ്ടത്, നമ്മുടെ കൈ ഇവിടെ പഞ്ച് ചെയ്യത്തക്ക രീതിയിൽ വരണം. മനസ്സിലായത്? അതായത് ഈ തുറക്കുന്ന ഇവിടെ നമ്മൾ സാധാരണ തുറക്കുന്നത്, അങ്ങനെയല്ല. നമ്മൾ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട്, മാക്സിമം മുന്നോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വരെ കൈ കണ്ടോ മടങ്ങിയാണ് നിൽക്കുന്നത്. അവിടെ നീ കൈ മുമ്പോട്ട് ആഞ്ഞു വരണം. എന്ന് വെച്ചാൽ ടച്ച് ചെയ്യുക, പുഷ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ പഞ്ചെന്ന് പറയുന്നത്. മനസ്സിലായോ? ടച്ച് ദെൻ പുഷ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ആക്ഷൻ കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. അപ്പോൾ അപകട സാധ്യത കൂടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ. കിക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് സ്റ്റാൻസിലാണെങ്കിൽ കിക്ക് വരുമ്പോൾ ഈ കാല് ഗ്രോവിൻ്റെ സൈഡിലേക്ക് കയറി ലോക്ക് ചെയ്തതിന് ശേഷം കിക്ക് വരണം. ക്ലിയർ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് നിർക്കാൻ പറ്റും. പക്ഷേ എതിരാളിയുടെ അടുത്തോട്ട്, അപ്പോൾ കാലിനെന്തുണ്ട്, കയ്യേക്കാൾ നീളം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, കൂടുതൽ അങ്ങോട്ട് കയറി ചെല്ലരുത്, ഒരു ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ. ഇത് നമ്മൾ കളരിയിൽ വലിഞ്ഞമർന്ന് പറയുന്ന എങ്ങനെയാണ് കരാത്തയിൽ നമ്മൾ ചെരിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാൻസുകളുടെ വ്യത്യാസങ്ങൾ, കുങ്ഫുവിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ആർട്ട് പഠിക്കാതെ കുറച്ചേറെ ആർട്ടുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഓരോ മൂവ്മെൻറ്റും ഷാർപ്പായിരിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പൂട്ടും അടിയും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാവൂ. അല്ലാതെ ചെയ്യുന്നത് ഒരിക്കലും വർക്കൗട്ട് ആവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ വലിഞ്ഞമർന്നൽ തുടങ്ങി സ്റ്റാൻസിൽ നിന്നുകൊണ്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചലനത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. എത്ര ബ്യൂട്ടിഫുള്ളാണ്, എത്ര സേഫാണ്. അപ്പോൾ കാല് വെക്കുമ്പോൾ കാല് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഗ്രോവിന് സൈഡിലേക്ക് ഒരു അറ്റാക്ക് വന്നാൽ അവിടെ കയറാതിരിക്കാനാണ് കാല് ചേർത്ത് കയറി ശീലിക്കുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു കിക്ക് ഡയറക്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്കതിനെ ബ്ലോക്ക് ചെയ്ത് തിരിച്ചൊരു കിക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുമ്പോഴേ വലത്ത് നേരെ കാലുകൾ, വലത്ത് കോണോ വീത് ഒരുപാട് കാലുകൾ എടുക്കാറില്ലേ? അതിൻ്റെയൊക്കെ ഗുണം എവിടെയാണെന്ന് നോക്കണം. നമ്മളിപ്പോൾ ഒരു കിക്ക് ഡയറക്റ്റ് നമ്മുടെ നേരെ വരികയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എളുപ്പ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരികണ്ടോ. ഇപ്പോൾ കിക്ക് എവിടെ വരും? ഇവിടെ വരും അല്ലേ? നേരെ കിക്ക് വരുന്നു, ഈ കാല് പൊക്കി കഴിഞ്ഞാൽ എന്തായി? അതിനുള്ള ബ്ലോക്കായി. റൈറ്റ്? ഇവിടെ നേരെ നമ്മൾ കാല് നീർക്കുകയാണത്തെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ കിട്ടിയോ? ഇങ്ങനെ നിർത്താനായിട്ട് കഴിയണം. ഇതിനെയാണ് നമ്മൾ കിക്കെന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇപ്പം നമ്മൾ പറഞ്ഞ പ്രയോഗം എങ്ങനെ ചെയ്യുന്നത് നോക്കണേ. അതൊരു കിക്ക് മെല്ലെ വരുന്നു, നമ്മൾ മാറുന്നുണ്ടോ, കിക്ക് കൊള്ളുന്നില്ല, ഈ കാല് കൊണ്ട് എടുക്കുന്നുണ്ടോ, അപ്പോൾ ഇത് അങ്ങോട്ട് പോയി. റൈറ്റ്? പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കിക്ക് ചെയ്യാൻ. ക്ലിയർ? നമ്മൾ ഈ വീതുകാലൊക്കെ പഠിക്കത്തില്ലേ, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായി ചെയ്യുന്ന സാധനമാണ്. ഒരു പഞ്ച് വരുമ്പോൾ ഒരു കിക്ക്, ഒരു വീത് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നിൽക്കുന്നു, പഞ്ച് കണ്ടോ പിടിക്കണത്. ഇനി നമ്മളെ അകങ്കാല് ചെയ്യത്തില്ലേ, അകങ്കാല്, അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അകങ്കാല് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ എങ്ങനെ ഉണ്ട് അങ്ങനെ ചെയ്യാറില്ലേ? അകങ്കാല് പൊക്കിട്ട് ഇങ്ങനെ അടിച്ച് പഠിക്കണം. അപ്പോൾ കുറച്ചുകൂടെ നല്ല വൃത്തിയായിരിക്കില്ലേ? ചെയ്ത് കാണിക്കാം കേട്ടോ. മെയ്പയറ്റ് കാൽപ്പയറ്റ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ വരുന്ന വേഗത കണ്ടോ, ഈ വരുന്ന വേഗതയിൽ കാല് വരണം കേട്ടോ. മനസ്സിലായോ? അങ്ങനെ വരാനാണ് ഇത് ചെയ്യണത്. നമ്മുടെ മക്കളെ ഇതൊക്കെ പഠിപ്പിച്ച് തകർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് കുറച്ച് പൂട്ടും കെട്ടും ഒക്കെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എങ്ങനെ കാലുകൊണ്ട് ഇന്ന് ഞാൻ കാണിച്ചത് നോക്ക് കേട്ടോ. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നമ്മൾ മാർവലസ് ആയിട്ടൊരു ആയോധനകലയെ സ്നേഹിക്കുന്ന, ആയോധനകലയെ പുണർന്ന് മുന്നോട്ട് പോകുന്ന ഒരു ആയോധനകല വിദ്യാർത്ഥിക്കോ അധ്യാപകനോ മറക്കാനാവാത്ത അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് കൈപ്പയറ്റും കാൽപ്പയറ്റും മെയ്പ്പയറ്റും ഒക്കെ തന്നെ. ഇത് പഠിപ്പിക്കാതെ എന്ത് പയറ്റ്? ശരിയല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. പഠിപ്പിച്ച് അവരെ നല്ല വീരശൂര പരാക്രമികളാക്കിയിട്ടാണ്. പണ്ടൊക്കെ ഒരു കല്യാണം നടക്കണ പോലും വില്ലൊടിക്കുകയും മേലോട്ട് വില്ല് കുറച്ച് താഴേക്കുള്ള ലക്ഷ്യം വെച്ചിട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ വെറുതെ ഒരു ചായയും കുടിച്ചൊരു ലഡു പൊട്ടിക്കുന്ന സമയത്തിനുള്ളിൽ കല്യാണം നടക്കും. അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആയോധനകല ഭാവി എന്ന് പറയുന്നത്.
അതുകൊണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശേഷം പഠിപ്പിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ബെൽറ്റും കെട്ടി നടക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.